അല്ല പ്രൊഫസർ സാറോ സുഖാണോ? ആഹാ കൊറേ ആയല്ലോ കണ്ടിട്ട്. അല്ല ഒരാഴ്ചയായിട്ട് കോളേജിലേക്ക് പോലും കാണാനില്ലായിരുന്നല്ലോ. എന്ത് പറയാനാണ് സാർ, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ഗവൺമെന്റ് വീണ്ടും ഓരോന്നുണ്ടാക്കുകയാണ്. എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ടോ? മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അല്ലാ നോക്കിക്കോളും. തന്നെ കാണാൻ പോലും കിട്ടാറില്ല. എവിടെയാ ഇപ്പോ? കോളേജിൽ നല്ല തിരക്കുണ്ട്, അതാ. അഫ്രിനോട് എൻഗേജ്മെന്റിന് വരാൻ പ്രത്യേകം പറയണം കേട്ടോ. തീർച്ചയായും. ശരി. അസ്സലാമു അലൈക്കും അമീം സാബ്. വാലൈക്കും അസ്സലാം. വാലൈക്കും അസ്സലാം. ഇത്തയുടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അത് പിന്നെ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചില നേരം മനസ്സിലാവില്ല, ഏത് നേരവും പരാതി പറച്ചില്ല. അതാ ഈ വീട് എവിടെയാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്താ പറ്റിയെന്ന് നോക്കി. വണ്ടി സ്വന്തം മേൽവിലാസം കണ്ട് ഞെട്ടിയത് എന്തിനാ പ്രൊഫസർ സാബ്? ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ മോള് ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് സുരക്ഷിതയാ. ഞങ്ങളോടൊപ്പം വാ. കേൾക്കാണ്ടിരുന്നാൽ എങ്ങനെയാ? ആദ്യം പോയി അവിടെ എന്താ നടക്കുന്നത് നോക്ക്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. ആദ്യമൊക്കെ വിളിപ്പിക്കുകയായിരുന്നു, ഇപ്പം നേരെ പൊക്കിക്കൊണ്ട് പോവാണല്ലോ. ആരാ നിങ്ങളൊക്കെ? സോൾട്ടി, ആദ്യമായിട്ട് ഒരാൾ എന്നോട് സോൾട്ടി കുടിക്കുമെന്ന് ചോദിച്ചപ്പോ ജീവൻ പോയാലും തൊടില്ലെന്നാ പറഞ്ഞത്. അന്ന് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇന്ന് കണ്ടില്ലേ, 2 കപ്പെങ്കിലും അകത്തോട്ട് ചെന്നില്ലെങ്കിൽ ദിവസം തുടങ്ങാൻ പറ്റില്ല. നമ്മളെപ്പോഴും ജീവിതത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങളുടെ ചിന്തയെയും പുതിയൊരു തലത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സംഭവം തന്നെ എടുത്തോളൂ. സൊപ്പോറിൽ നടന്ന വെടിക്കെട്ടുണ്ടല്ലോ, അതിനുള്ള ആയുധങ്ങൾ എവിടുന്നാ കിട്ടിയത്? ആരാ അത് വരുത്തിച്ചേ? ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇനിയും കൂടുതൽ എത്തുമെന്നാണല്ലോ അറിഞ്ഞത്. ആരാ ഇതൊക്കെ ഇവിടത്തേക്ക് വരുത്തിക്കുന്നത്? അതാർക്കാണ് ഇത്രയ്ക്ക് അത്യാവശ്യം? വെറുതെ സമയം കളയുന്നതിലും ഭേദം ടോർച്ചർ സ്പെഷ്യലിസ്റ്റുകളെ വിളിക്കുന്നതായിരിക്കും ഇതിലും ഭേദം. എന്താ ഇത് പ്രൊഫസർ സാബ്? ഇപ്പൊ ഞങ്ങളാണ് കുറ്റക്കാരായത്.
മക്കളോടുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും കുട്ടികളുണ്ടേ. അവരുടെ സുരക്ഷയ്ക്കായിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല. എന്ത് ത്യാഗവും ചെയ്യും ഞാൻ. തൻ്റെ അസ്മയ്ക്ക് ഇനി എത്ര നാളും കൂടിയുണ്ട്? 2 വർഷം. അവളുടെ അസുഖത്തിനും ചികിത്സയുണ്ട്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അവളെ താനെന്താ സഹായിക്കാത്തത്? എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇനഫ്. അതെനിക്കും തനിക്കും നന്നായിട്ടറിയാം. ആർമി ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാളും വലുതായിട്ട് ഒരു ലോക്കൽ ഹോസ്പിറ്റലും കിട്ടില്ല. കരളിൻ്റെ കരളായ സ്വന്തം മോളെ രക്ഷിക്കേണ്ടത് വാപ്പയുടെ കടമയല്ലേ? ഇത്തരത്തിലുള്ള പൊള്ളയായ സഹതാപങ്ങളോടൊന്നും എനിക്കൊരു പ്രതിബദ്ധതയില്ല മാലിക്. എൻ്റെ സഹതാപം പൊള്ളയാണെന്ന് തനിക്ക് തോന്നിക്കാണും. പക്ഷെ എൻ്റെ ഉദ്ദേശത്തിൽ കളങ്കമില്ല. ജീവിക്കാൻ ഒരവസരം അവൾക്ക് കൊടുക്കണം. അത് ഞാൻ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം. ജബൽപൂർ ജയിലിന് ശേഷം അവളെ നിങ്ങൾ സഹായിച്ചിട്ടില്ല. സ്വർഗം മറ്റെവിടെയല്ലടോ, ഇവിടെ തന്നെയാ. അസ്മയുടെ പുഞ്ചിരിയിൽ, അവളുടെ സന്തോഷത്തിൽ. ഒരേ ഒരു പേര് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ആ പേര് താൻ എന്നോട് പറയണം. ഞാൻ തനിക്ക് വാക്ക് തരാം. എന്താ? തമാശ പറയാണോ? അപ്പൊ തനിക്ക് തന്റെ മോളോട് ഒട്ടും സ്നേഹമില്ല. ഉമർ റിയാസ് പാന്തർ ജീവനോടെയുണ്ട്. ഉമർ റിയാസിനെ തീർത്തതാണല്ലോ. സുപ്പൂറിലെ അറ്റാക്കിന് ശേഷം രാത്രി ചെക്കിങ്ങിൽ ഒരു വാഹനത്തിൽ നിന്ന് 100 കിലോയിലധികം ആയുധങ്ങളും ബോംബുകളും പിടിച്ചെടുത്തു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും നിരന്തരം പായുന്ന റോഡിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത്. ഒരു ഓട്ടോക്കാരനാണ് ഇത്തരത്തിലുള്ള വാഹനത്തെക്കുറിച്ച് പോലീസുകാരോട് പറയുന്നതും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതും. ഇത്തരം ഒരു ആയുധശേഖരം ഇവിടെ നിന്ന് ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് Living the life you imagined, right? Wow. നോട്ട് ബാഡ്. ഒന്നുമില്ലെങ്കിലും ജോലിക്കിടയിൽ ആരും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിങ്ങതാ വയ്ക്കും. ഉമർ ജീവനോടെ ഉണ്ട്. ഏത് ഉമർ? നിന്റെ ഉമർ പാന്തർ. He's alive. സാധ്യതയില്ല. അവനെ ഞാൻ എൻ്റെ ഈ കൈകൾ കൊണ്ടാ തട്ടിയത്. അവൻ്റെ സംസ്കാരവും നടത്തിയതാ. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തതുമാണ്. അതൊരു ചതിയായിരുന്നു, നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി. നമ്മളാവുകയും ചെയ്തു. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഫുൾ സെക്യൂരിറ്റി അവനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഒരു സൂചന പോലും നമുക്കിതുവരെ കിട്ടിയില്ല. അവനെന്തോ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്റെ തോക്കിൽ നിന്ന് ഉതിർന്ന ബുള്ളറ്റ് ശരിക്കും കൊണ്ടില്ല. അതറിയാതെ നീ ലീവ് എടുത്ത് മാറി നിൽക്കുന്നു. വി നീഡ് യു നോ ആൻഡ് യുവർ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമൻസ്. അവൻ്റെ ചിന്തകൾ പോകുന്ന വഴി ഒരു പക്ഷെ നിനക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ആൻഡ് ദ ഗുഡ് തിങ് ഈസ്, നിന്റെ മുഖം ഇതുവരെ അവൻ കണ്ടിട്ടില്ല. ഒരു സിമ്പിൾ പ്ലാൻ ഉണ്ട്. ജസ്റ്റ് ഐഡന്റിഫൈ ഹിം ആൻഡ് അവർ ടീം വിൽ ടേക്ക് ഹിം ഡൗൺ ആൻഡ് ദെൻ യു ക്യാൻ കം ബാക്ക് ഹിയർ ആൻഡ് മേക്ക് ജാം. ഇങ്ങതാ. ഇല്ല. Hi Vikrant. So sorry. ഹായ് നുഷ്ര. How are you? ഐ എം ഗുഡ്. എന്താ പിന്നെ ഇങ്ങോട്ടൊക്കെ? ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയതാ. ഓക്കെ. അപ്പം ശരി. പഴയ കബീറാണെങ്കിൽ ഇപ്പം തന്നെ ചാടി വീണാനെ. ഞാൻ പഴയ കബീറല്ല.
പിന്നെ നിനക്ക് കിട്ടിയ മെഡൽസും ഓണേഴ്സും ഒക്കെ എന്തിനാ? ഐ തോട്ട് യു ലൈക്ക് ടു ഏൺ ഇറ്റ്. ഉമർ ജീവനോടെ ഉണ്ട്. പേടിക്കണ്ട. ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ മോനെ. നിന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിലോ? ശരി. യു ആർ ഗോയിങ് ബാക്ക് റൈറ്റ്? എൻ്റെ ടീമിനിപ്പോ എന്നെ വേണം. തന്റെ ഫാമിലിക്കും തന്നെ വേണം കബീർ. ഈ ഒരു മിഷൻ മാത്രം. ഒരു മിഷൻ എന്നുള്ളത് പറച്ചിൽ മാത്രം. തനിക്കും അതറിയാം. എന്നോടാണ് തന്നോടാണ് താൻ കള്ളം പറയുന്നത്? പിള്ളേരോട് പറഞ്ഞേക്ക് ഞാൻ ഔട്ട് ഹൗസിലുണ്ടെന്ന്. ആദ്യം കിഷ്തൂറിലേക്ക് പോകുന്നു, അവിടുന്ന് ബദവ. ശരിയായില്ലേ? അസ്സലാം വലൈക്കും. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. മുസ്തഫയ്ക്ക് ഇവിടെ എന്താ കാര്യം? മുസ്തഫ, ഇത് ഗുലാം റസൂല. എന്തിനാ കള്ളം പറയുന്നത്? ഇത് തന്റെ പഴയ ചാരൻ മുസ്തഫയാണ്. ഇംഗ്ലീഷിലെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ കള്ളങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ല. എന്തായിരുന്നു അത്? ആ ഇംഗ്ലീഷിലെ ചൊല്ല് എന്തായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. യു ആസ്ക് മീ നോ ക്വസ്റ്റ്യൻസ്, ഐ ടെൽ യു നോ ലൈസ്. Sir, the surveillance has been activated in the area and here on this grid too. ഇത് ഹർക്കത്തില്ലെന്ന് ഉറപ്പുണ്ടല്ലേ? ഇതുവരെ unusual activities ഒന്നും നടന്നിട്ടില്ല. But we are continuing to keep a close eye on them. Is that Kabir? Kabir. സന്തോഷമായില്ലേ? അവനെ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അത്രയ്ക്ക് ഇഷ്ടമായി പോയിടൂ. എന്ത് ചെയ്യും? എന്തൊക്കെയുണ്ടറാ? ജീവനോടെ ഉണ്ട്. അള്ളാഹു കൂടെയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും കൂടെ. മറ്റവനെ ഒന്ന് കണ്ടു വരട്ടെ. എന്താ അവിടെ നടക്കുന്നതെന്ന് ആരെങ്കിലും എന്നോടൊന്ന് പറയുമോ? ആ ബാസ്റ്റഡ് ഉമറിന്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ട്. We need all the help that we can get. കബീറ, എന്തൊക്കെ ഉണ്ടടാ? ഒന്ന് നോക്കി. ഈ അച്ചാറാരാ വാങ്ങിച്ചേ? ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. നബടി നാ.
ഫൈറ്റ് ചെയ്യാം. മതി, നിക്ക്. ഓർമ്മയുണ്ടോ കഴിഞ്ഞ തവണ ഈ സാറിന്റെ സബോർഡിനേഷൻ? സാറ് തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ടോ, ഇവന്റെ നിന്റെ എല്ലാ കാര്യങ്ങളും. കമൺ. ഇതാണ് ആസിഫ്, ഉമറിന്റെ സഹോദരൻ. അത് നമുക്കറിയാലോ. സോ 20 ദിവസത്തിന് ശേഷം ആസിഫിന്റെ എൻഗേജ്മെന്റ്. സോ അവൻ അതിന് വന്നിരിക്കും. അതെങ്ങനെ ഉറപ്പിച്ചു പറയും? അനിയന്റെ പ്രശ്നത്തിലല്ലേ കഴിഞ്ഞ തവണ അവൻ പെട്ടത്. വേഷം മാറിയാവും വരിക. വരാതിരിക്കില്ല. 5 മിനിറ്റ് നേരത്തേക്കാണെങ്കിലും. എനിക്ക് അവനെ നന്നായിട്ടറിയാം. ഉറപ്പായിട്ടും വന്നിരിക്കും. പറയുന്നു അതല്ലേ അതിന്റെ ഒരു രസം. ഒന്ന് പറയുന്നു. വാതിലോർക്കാൻ ആര് നിങ്ങളൊക്കെ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇങ്ങനെ ഒച്ച വച്ചോണ്ടിരുന്ന ബേബി വീട്ടിലെത്തുന്നതിന് മുമ്പേ മയ്യത്താവും. മോനെ, ഇക്ക ഇക്ക ഒന്നുകൂടെ വിളിക്കട. 1.5 വർഷമായി നിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു. ഇക്ക 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 ഒന്നും പറ്റിയിട്ടില്ല. നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് വന്നാടാ. നിന്നെ ഓർക്കാത്ത ഒരു നാൾ പോലും ഉണ്ടായിരുന്നില്ല. നിന്നെ മാത്രമല്ല, കബീർ ഫീൽഡിൽ ഞങ്ങളുണ്ടായിരുന്നത് 18 മാസമായിട്ട് നീ വീട്ടിലിരിപ്പാ. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? നീന്താൻ പഠിച്ചവൻ പിന്നെ അത് മറക്കോ മുനീർ ഭായി? ട്രസ്റ്റ് മീ സാർ, അവൻ വരും. ഉമർ റിയാസ് ലോകത്തിന് മുന്നിൽ മരിച്ചുപോയി. മരിച്ചയാൾ നിക്കാഹിന് കൂടുന്നത് എങ്ങനെ? ഇക്ക പക്ഷേ ഇനി ആരും തരയില്ലല്ലോ. അതൊക്കെ ശരിയാ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അതുവിടെ ഇത് കണ്ടോ, ഇതിരിക്കട്ടെ. ഫാത്തിമയ്ക്കും നിനക്കും ഒരു ചെറിയ സമ്മാനം. ഇക്കയ്ക്ക് ഫാത്തിമയൊന്ന് കാണണ്ടേ? അള്ളാഹുവാണ് സത്യം, ഓള് ഹൂറിയെ പോലെ സുന്ദരിയാന്നേ. ഓ, അത് ശരി. നീ എന്താ കരുതിയത്? ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്നാണോ? എൻ്റെ സമ്മതമില്ലാതെയാണ് നിന്റെ നിക്കാഹ് നടക്കുന്നതെന്ന് കരുതിയോ? യൂണിറ്റ് കോൾ സൈൻ ഫോർ ഓപ്പറേഷൻ പാന്തർ വിൽ ബി ഫാൽക്കൺ 1. ഒമറിന്റെ വീടിന്റെ അകത്തുള്ള ആക്സസിന് വേണ്ടി ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലൈവ്. ബിലാൽ, നിന്റെ പൊസിഷൻ ദാ ഇവിടെയായിരിക്കും. ടാർഗറ്റിന് ചുറ്റുമുള്ള വഴികളൊക്കെ തന്നെ മനപ്പാടമാക്കണം. എക്സ്പെഷ്യലി ഇത് രണ്ടും, റെസ്ക്യൂ പോയിന്റ് റോമിയോ 1 ആൻഡ് റെസ്ക്യൂ പോയിന്റ് റോമിയോ 2. കുനാൽ, റോഡിൽ നിന്നും വീട്ടിലേക്ക് എത്താൻ നിനക്ക് വെറും 50 മീറ്ററിന്റെ ക്ലിയറൻസ് ആണുള്ളത്. പിന്നെ മുനീർ, നീ ഒരു അതിഥിയായിട്ട് വീട്ടിലേക്ക് കയറണം. കബീറും ഞാനും ബസർക്കറുടെ ഡെലിവറി ആണെന്ന ഭാവത്തിൽ അകത്തേക്ക് കയറും. റൈറ്റ് കബീർ? ബസർക്ക. ദാനിഷ്, നീ ഇക്ബാൽ സ്വീറ്റ്സിലെ ഡ്രൈവറായിട്ട് പുറത്തു നിന്ന് ഒബ്സർവേഷൻ നടത്തണം. റിക്വസ്റ്റിംഗ് പെർമിഷൻ ടു ഗോയിങ് വിത്ത് റെസ്റ്റ് സാർ. കൊച്ചുകുട്ടിയാണോ നീ? എനിക്ക് പുറത്തൊരാൾ വേണം, അതിനെന്താ ഞാൻ പോയി നിൽക്കണോ? ആരോടാണ് ഡീൽ ചെയ്യുന്നതെന്നും എന്തൊക്കെയാ സംഭവിക്കുക എന്നതും നല്ല ഓർമ്മ വേണം. അടുത്ത് നടന്ന ഗ്രനേഡ് അറ്റാക്കുകളും ഒമർ തന്നെ നടത്തിയതാവണം. വളരെ വലിയൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടോന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരെയും ആ പന്നിയിടമം വെറുതെ വിട്ടിട്ടില്ല. കുട്ടികൾ, മുതിർന്നവർ, സിവിലിയൻസ്. ബോയ്സ്, ദിസ് ഈസ് എ ബിഗ് ഗെയിം ഹണ്ടിങ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ദ ബാസ്കറ്റ് ദിസ് ടൈം. വി ഗോട്ട് ആർമി ക്ലിയറൻസ്. നിങ്ങളെ ആരും ഒരിടത്തും ചെക്ക് ചെയ്യുന്നതല്ല. ബാങ് ഓൺ. സോൾ ക്ലിയർ ബോയ്സ്. കബീറിന് ഒരല്പം കൺട്രോൾ നിർത്തണം. ഓക്കെ, വൈകുന്നേരത്തിനുള്ളിൽ ഇത് നബീലയുടെ വീട്ടിലെത്തിയിരിക്കണം. അമ്മാവ, ഈ കുർത്തി നന്നായി തയ്ച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന് അല്പം നീളം കൂടി പോയെന്ന് തോന്നുന്നു. എന്റെ ഫാത്തിമ നന്നായിട്ടുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? അല്ലല്ല, ചെറുതായിട്ട് താഴെന്ന് ഒരു അല്പം നീളം കുറയ്ക്കണം. അമ്മാവ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇപ്പൊ വരാം. എന്നെ കൊണ്ടുപോകാൻ ധൃതിയായല്ലേ? ഒരു ഉമ്മ തന്നെ പൊയ്ക്കോളാം.
മനസ്സിലായോ നിനക്ക്? വീട്ടിലാരെങ്കിലും കണ്ടാലുണ്ടല്ലോ കയ്യും കാലം തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. വേണോ അത്? ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ സ്നേഹിക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്റെ കൈകളിലാണ് എൻ്റെ ജീവിതം. സന്തോഷമോട് നീ തുള്ളിച്ചാടണം. 7-8 പിള്ളേരെങ്കിലും വേണം. എന്നിട്ട് അവരെയും കൂട്ടി നിന്നെയും കൂട്ടി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം. ആസിഫ്, ഇത് ഒരുപാട് കാശുണ്ടല്ലോ. ഇതെവിടുന്നാ നിനക്ക്? മോളെ, ഇത് ഞാനുണ്ടാക്കിയതാ. എന്നാലും എനിക്കിത് വാങ്ങാൻ പറ്റില്ല. എവിടെ നിന്നാണെന്ന് അറിയാതെ ഇതൊരിക്കലും ഞാൻ സ്വീകരിക്കില്ല. എടി പൊട്ടി, ഇക്കൊണ്ട് തന്നിട്ട് പോയതാ. ഉമറയ്ക്കാണോ തന്നത്? Guys, testing call signs. Uday, come in. Go for Uzair. Munir, Go for Maksud. Danish, ഗോ ഫോർ ധാര. Kunal, ഗോ ഫോർ ബാസിത്. Bilal, ഗോ ഫോർ ബാസിൽ. Kabir. ഗോ ഫോർ കൈഫി. ഇക്ബാൽ സ്വീറ്റ്സ് വാൻ ഇസ് അറ്റ് ദ ചെക്ക് പോസ്റ്റ്. ആ വണ്ടി തടഞ്ഞു നിർത്ത്. ഇന്റർസെപ്റ്റ് വാൻ. റിപ്ലേസ് ദ മാൻ വിത്തൗട്ട് നെയിം. എങ്ങോട്ടാണ് പോകുന്നത് സാർ? നിക്കാഹിന് പോവാണ് സാറേ. നേരം വൈകി. വണ്ടി സൈഡിലേക്ക് മാറ്റിയേക്ക്. വണ്ടി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. മീർ സാബിന്റെ കൂടെ വന്നതാ. ബേസ് ഫോർ ഫാൽക്കൺ 1. സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സാർ. മോൺട്രേറ്റ്. ഓക്കെ. ആ പോകുന്നവരാ ഉമ്മറിന്റെ ബീവിയാണോ? യെസ്. വരണം വരണം മിർസാവ്. അസ്സലാമു അലൈക്കും. ആദോ, ഗൾഫിൽ നിന്ന് എപ്പോഴാ എത്തിയേ? അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. 2 വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എനിക്ക് അത്രയ്ക്ക് വലുതല്ലേ. മാത്രമല്ല ഫാത്തിമയുടെ ഉപ്പ മരിച്ചതിന് ശേഷം ഇത് എൻ്റെ കടമയല്ലേ. പിന്നെ ഉമറും ഇപ്പം ഉമ്മയുടെ കൂടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടെ ഇവിടം തന്നെ കുട്ടിയുടെ വീടായിട്ട് അങ്ങോട്ട് കരുതിക്കോണം. നല്ല കാര്യത്തിന് അനുവാദം ഒന്നും വേണ്ട. മുബാറക് ഭായ്. മുബാറക് മുബാറക്. വന്നട്ടെ വന്നട്ടെ, വരി. വാലൈക്കും അസ്സലാം. കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? It's bloody exciting. And dangerous too. How would I know? Never been on the field. We are on the field right now. എങ്ങനെ പോകുന്നു അവരുടെ കല്യാണം? അതൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഹൗസ് യുവർ എക്സ് വൈഫ്? ആദ്യം നീ ഒരെണ്ണം കഴിക്കാൻ ചെങ്കുറ്റം കാണിക്കേ. ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന കാണുമ്പോൾ കുശുമ്പ് തോന്നുന്നു. തോഷി, ഇവൻ തന്നെ കെട്ടാനൊന്നും പോകുന്നില്ല. വേണേ എന്നെ കെട്ടിക്കോ, ഞാൻ എക്സ്പീരിയൻസ്ഡാ. ഇറ്റ്സ് എ ജോക്ക് ഗൈസ്. Wasn't funny. അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫാത്തിമയ്ക്കും ആസിഫിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അള്ളാഹു അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിന് കൂട്ടായിട്ട് അള്ളാഹു എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ഈ ചടങ്ങിനെത്തിയിരിക്കുന്ന എല്ലാ അതിഥികളോടും എന്റെ ഹൃദയം നിറഞ്ഞ ആദരവ് ഞാൻ അറിയിക്കുകയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മരണപ്പെട്ട എന്റെ അനന്തരവൻ ഉമറിനെയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന ചുവന്ന പരിനീർ പുഷ്പങ്ങളെ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അത് രക്തസാക്ഷിയായി മാറിയ നമ്മുടെ ഉമറിന്റെ ചോരയുടെ നിറമായിരിക്കും. ഉമർ റിയാസ് ഞമ്മക്ക് വേണ്ടിയാണ് രക്തം ചീന്തിയത്. സുഹൃത്തുക്കളെ, ഹിന്ദുസ്ഥാനികൾ എത്ര തന്നെ തലകുത്തി നിന്നാലും മുമ്പോട്ട് വെച്ച നമ്മുടെ കാലുകളെ വെട്ടിമുറിക്കാനാവില്ല. കാശ്മീരി ജനതയ്ക്കിപ്പം മരണത്തിന് ഒട്ടും ഭയമില്ല. ഈ കാര്യങ്ങൾ ഭരണത്തിലിരിക്കുന്നവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സമരം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ്. കണ്ണടച്ച് തുറക്കും മുമ്പേ അതൊരു യുദ്ധമായി മാറിയിരിക്കും. യുദ്ധത്തിൽ രക്തസാക്ഷികളാകാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചുവടുകൾ മുമ്പോട്ട് തന്നെ ആവട്ടെ. നമ്മുടെ കുട്ടികൾ വരെ മുമ്പോട്ട് കുതിച്ചിരിക്കും. നമ്മുടെ യുവാക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹാശിസുകളാൽ ഈ യുദ്ധത്തിൽ അതീവ ശക്തിയോടെ പോരാടിക്കൊണ്ടിരിക്കും. ശുക്രിയ ദാസ, ശുക്രിയ. ആ പിന്നെ വീട്ടിലെന്തൊക്കെയുണ്ട്? നസ്രത്ത് എന്ത് പറയുന്നു? അവളുടെ ഇക്ക് നിന്റെ കൂടെ ഇരിപ്പില്ലേ? അവനോട് ചോദിക്കാം, അവൻ പറഞ്ഞുതരും. പഴയ നാളുകളിൽ ചിരിയുടെ ഹൃദയം നിറഞ്ഞ ആ വെടിക്കെട്ട് ഇന്ന് ആ ചിരിയുടെ പടക്കം നനഞ്ഞുപോയി. എന്തൊരു കാശ്മീരിയാടോ താൻ! ഒരു ശായരി പോലും ഇഷ്ടമല്ല അത്ര. എൻ്റെ ഉള്ളിൽ ശ്രീനഗർ മാത്രമല്ല, കിഷ്ത്വാരയുണ്ട്. അവൻ വരുമെന്ന് തോന്നുന്നുണ്ട് നിനക്ക്? ഞാനത് ആഗ്രഹിക്കുന്നില്ല. 4 പാടും അപകടമുണ്ട്. നമ്മള് ബീവിമാരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇതുവരെ തിരക്കിയിട്ടുണ്ടോ? നേരെ എത്രയെന്നറിയോ? ആളുകളൊക്കെ ഇപ്പൊ സ്ഥലം വിടും. മൊബൈൽ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടാ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജോസാവ് എവിടെ പോയി? അദ്ദേഹത്തിന് പെട്ടെന്നൊരു വയ്യായിക ഉണ്ടായി. അതുകൊണ്ട് ഇത് പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. ബസ്രൊക്കെ പെൺകുട്ടിയുടെ അമ്മയുടെ ആകെയുള്ള ഒരു ഡിമാൻഡായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ എത്താൻ പറ്റുമെന്ന് ഞാൻ ആകെ പേടിച്ചിരുന്നു. അതെങ്ങനെ എത്താതിരിക്കും? നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ. ആളുകളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ടോപ്പ് ക്ലാസ് ആയിട്ട് നോക്കിക്കൊള്ളാൻ ഇതാ വാക്ക് തരുന്നു. മാച്ചസ് ഉണ്ടോ? ഇവരുണ്ടാക്കുന്ന കോഫി നല്ലതാ. വിരുന്നാർക്കൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ നോക്ക്. ഒന്ന് കൈ അനക്കി ആവട്ടെ. കണ്ടോ എവിടെയെങ്കിലും? ഇല്ല. മുബാറക്. താങ്ക് യു.
ഫ്രീസ് ദാറ്റ് ഫ്രെയിം. സൂം ഇറ്റ്. അംജദ്, ഇയാൾ അഫ്ഗാനിൽ നിന്ന് എപ്പോഴെത്തിയേ? 2 വർഷമായിട്ട് ഇപ്പൊ ഹന തപ്പുക. അയാൾ തടി തപ്പാതെ നോക്കണം. ഇന്ന് രാത്രി ഉമറിനുള്ളതാണ്. അംജത്തിനെ തൽക്കാലം മറന്നേക്കാം. അവൻ വരും. എങ്ങനെ? അവന്റെ ബീവിയെ പറഞ്ഞത്. ഏയ്, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വാ. സഗൂർ വരുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഞാനിവിടുത്തെ ഉമ്മയോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത. അയ്യോ, ഇന്നലെ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഉറപ്പായിട്ടും വരുമെന്നും പറഞ്ഞിരുന്ന സഗൂർ സാബ് കാര്യം എന്താന്ന് തെളിച്ചു പറയാണ്ട് പ്രോഗ്രാം ഒരിക്കലും മാറ്റാറില്ലാത്തതാണല്ലോ. പിന്നെന്താ പറ്റിയേ? ഉടനെ സ്ഥലം വിടണം. എന്താ സംശയം തോന്നിയ? There might be a problem. അപ്പൊ സ്ഥലം വിടില്ലെങ്കിൽ പിന്നെ ജീവനോട് പോകാൻ പറ്റുന്നില്ല. ഞാൻ വന്നോളാം. കൈഫി, that's an order. കൈഫി, come back. ആ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ഒന്ന് സഹായിച്ച വലിയ ഉപകാരമായിരുന്നു. അകത്തുനിന്ന് കുറച്ച് മേശകൾ എടുത്തോണ്ട് വരണം. സാബ്, ഞങ്ങൾക്ക് വേറൊരു കല്യാണത്തിന് പോകാനുള്ളതാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. അവിടെ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ കാരണമാണ് താമസിച്ചെന്ന് സഗൂർ സാബിനോട് ഞാൻ പറഞ്ഞോളാം. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നേ. കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എന്താ ഇത്? എന്തായി ചെയ്യുന്നേ? കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. അപ്പോ എന്താ പറയാനുള്ളത്? സഗൂർ സാബ് എവിടെ പോയി? ജനാബ്, ഞങ്ങൾ പറഞ്ഞല്ലേ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സുഖമില്ലാണ്ടായത്. ഇവിടുത്തെ കാര്യങ്ങൾ താമസിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങള് അധികം കള്ളം പറയണമെന്നില്ല. ഒരു കാര്യം ചെയ്യ്, നീ ആ ഇക്ബാൽ സ്വീറ്റ്സാർക്ക് ഫോൺ ചെയ്യ്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമാവും. Jam all signals. 200 meters. ഇപ്പൊ ചെയ്യാം. ഞങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത ജനാബ്? ഞങ്ങൾ എന്തിനു കള്ളം പറയണം? ഞങ്ങൾക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്നാ നിങ്ങൾ വിളിച്ചു നോക്ക്, നിങ്ങളുടെ സംശയം തീരുമല്ലോ. എന്ത് പറ്റിടും? ഫോൺ പോകുന്നില്ല. മീർ സാബ്, നിങ്ങൾ പോവാണോ? ബാലിയൊക്കെ വരുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് കാത്തിരുന്നൂടെ? ഞങ്ങൾ പറയുന്നു. പന്നിയുടെ മോനെ, പുറകോട്ട് പോ. മാറ്, പുറകോട്ട്. ഞങ്ങൾക്കും ബീവിയും മക്കളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ സമയത്ത് അവിടെ ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. നിങ്ങളൊന്ന് പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ പോകാൻ അനുവദിക്കുക. ഇത്രയ്ക്ക് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിരുന്നുകാരൊക്കെ ഇവിടെ കാത്തിരിക്കില്ലേ? അങ്ങോട്ട് ചെല്ലേ. അതൊന്നും ശരിയാവില്ല മോളെ. ഇക്കയും ആസിഫിനെ വിളിക്കേ. മീർ സാബ് പോവാന്ന്. ശരി, ഞാൻ വിളിക്കാം. കുറച്ചുകൂടെ ഒന്ന് കാത്തിരുന്നുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു കല്യാണത്തിന് ബസർക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ, എന്നാ ശരി ശരി, വിട്ടേക്കടോ. ഓടിക്കവരെ പോവാൻ നോക്ക്. ശുക്രിയ ജനാബ്, ശുക്രിയ ശുക്രിയ. ഒരുപാട് നന്ദിയുണ്ട്. ശുക്രിയ ജനാബ്. വാ വാ, വരൂ. ഒരു പട്ടാനെയാണോ നീ കണ്ണുരുട്ടി പഠിപ്പിക്കുന്നത്? കണ്ണ് താഴോട്ട് നോക്കാൻ. നിന്നെപ്പോലെ ഒരുപാട് പേരെ ഞാൻ അംജദ് ഡൗൺ. എല്ലാരും ഓടിക്കോ വേഗം. അയ്യോ, ഓടിക്കോ, ഓടി മാറിക്കോ, ഓടിക്കോ.
Visual link lost. നേർ സ്വിച്ച് ടു സാറ്റലൈറ്റ്. Activated. ഉമർക്ക പറയുന്നേക്ക്, ഇത് പന്തിയല്ല. എല്ലാരും ഓടി മാറിക്കോ. എന്താ ഇത്? എന്താണോ നിനക്ക് പറ്റിയത്? വണ്ടി നിർത്തരുത്. My leg got busted. Fuck. കാസി, stop the car. അത് പാന്ത്ര. നിർത്തിവിടെ. Stop, bastard. കൈഫി നോ, കൈഫി നോ. തിരിച്ചു വാ പറയുന്നു കേക്ക്. കൈഫി ആരെയോ പിന്നാലെ ഓടിയിട്ടുണ്ട്. അവൻ പറയുന്നത് പാന്തറാണെന്നാ. അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അവന്റെ പിന്നാലെ പോട്ടെ. Pass it on Romeo 2. Pick him up now. എങ്ങോട്ട് പോയെന്നറിയില്ല. നിങ്ങൾക്ക് അവന്റെ വിഷ്വൽ വല്ലതും കിട്ടുന്നുണ്ടോ? ഇവിടുന്ന് ഒരു 2 കല്ല് വിട്ടിട്ട് 200 meters. You will see him in it now. Kazimu, മുന്നോട്ട്. Send the squad. നാട്ടുകാർ മുഴുവൻ പുറത്തിറങ്ങി വരുന്നുണ്ട്. Get out right now. That's an order. തുറക്ക്, വാതിൽ തുറക്ക്. ആളുകൾ കൈഫയുടെ അടുത്തേക്കാണ് വരുന്നത്. Rush guys. ഞാൻ അവനെ കണ്ടതാണ്. ഞാൻ അവനെ വെടിവെച്ചതാണ്. അവനത് കൊണ്ടിട്ടുണ്ട്. We can get him. തൽക്കാലം അത് വിട്ടേക്ക്, നമുക്ക് ഇവിടുന്ന് പോകാം. അതിന് വേറെ ആളെ നിർത്തി. 2 മിനിറ്റിനകം ഇവിടുന്ന് പോയില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. This place, എന്നെ Casey, വിടാൻ. come on. വെറുതെ വിടരുത്. Please. പിന്നോട്ടെടുക്ക് കൈഫി. ഒന്ന് വേഗം പോ കാസി.